ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിധി അരീഷിനോടും സുധീഷിനോടും നികേഷിനോടും പറയാണ്, നമുക്ക് സുനന്ദേൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ ആലോചിച്ചാൽ. അത് കേട്ടപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന അരീഷിൻ്റെ തെരുപ്പിൽ വെള്ളം കയറുന്ന വരെയുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഷോക്കായിട്ട് നിധി എന്താ പറയുന്നതെന്നുള്ള ലെവലിൽ ചോദിക്കുകയാണ്, എന്താ നീ പറയുന്നത്? അപ്പോൾ അവൾ പറയാണ്, അല്ല, സുഭാഷ് ചേട്ടന് എന്തായാലും സുനന്ദേനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സുഭാഷ് ചേട്ടന് ഈ കല്യാണം താല്പര്യമില്ലാത്തതും ആ കുട്ടീനോട് അധികം സംസാരിക്കാത്തതും. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചിലപ്പം പോയി ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചാലോ? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല. അപ്പോൾ നികേഷും പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല ഇടത്തി, ആ വീട്ടിൽ നിന്ന് ഒരു കല്യാണം വേണ്ട, എന്തൊക്കെ പ്രശ്നം ഉണ്ടായതാ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയല്ല നികേഷേ, അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, ആ കുട്ടിക്കും സുഭാഷ് ചേട്ടന് വലിയ കാര്യമില്ലേ, അപ്പം നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയായാലോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇയാൾക്ക് വല്ല പ്രാന്തം ഉണ്ടോ, ഒന്നും നടക്കൂല, നമ്മൾ മിണ്ടാറ് പോലുമില്ല, അവരെ നമ്മൾ മനുഷ്യരായിട്ട് പോലും കണ്ടിട്ടില്ല ഇതുവരെ, പിന്നെ ഇതും കൂടെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നല്ല സീനായിരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, നമ്മൾ ഈ കാര്യം പറഞ്ഞ് ഇതുവരെ പോയിട്ടില്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. അവൾ വിടാതെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവർക്കാണെങ്കിൽ ഇതോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, കാരണം അവർക്കറിയാം അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും ദേഷ്യമാണല്ലോ സുനന്ദേൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇവരോട്, പിന്നെ എങ്ങനെ അവരുടെ കുട്ടീനെ എങ്ങോട്ട് അയക്കും. നിധി എന്നിട്ട് വീണ്ടും പറയാണ്, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, സുഭാഷ് ഏട്ടൻ പുറത്ത് കാണിക്കില്ല എന്നേ ഉള്ളൂ. സുഭാഷ് ഏട്ടൻ പുറത്ത് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്, അതുപോലെ തന്നെ സുനന്ദയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ്. അതാണ് സ്നേഹം, അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാകും. സുനന്ദി അതേപോലെ തന്നെ അവൾ വീട്ടുകാരെ മറന്നൊന്നും ചെയ്യൂല, പക്ഷെ അവളുടെ ഉള്ളിൽ സുഭാഷ് ഏട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് മുൻകൈ എടുത്ത് നോക്കിയാൽ എന്താ പ്രശ്നം? ചിലപ്പോൾ നടന്നാലോ. അവർ രണ്ടുപേരും പരസ്പരം ജീവിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ സുഭാഷ് ഏട്ടനും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടില്ലേ. സുഭാഷ് ഏട്ടൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും കൂടെ നിൽക്കും. പകരം നിങ്ങൾ സുഭാഷ് ഏട്ടൻ്റെ കൂടെ ഇതുവരെ നിന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളത് ചോദിച്ചപ്പോൾ മൂന്നാൾക്കും തിരിച്ചൊരു മറുപടി പറയാനില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ തെറ്റ്? ശ്രമിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അവരെന്തായാലും ചീത്ത വിളിക്കും, ഉറപ്പാണ്. സുഭാഷ് ഏട്ടന് വേണ്ടി ചീത്ത കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത്രയൊക്കെ ആയില്ലേ, എന്നിട്ടും നമ്മൾ അവിടെ പോയി ചോദിക്കുന്നു അവർ ചിന്തിക്കില്ലേ? എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രണ്ട് കുടുംബവും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് വേണ്ടി ഒന്ന് പോയിക്കൂടെ പ്ലീസ് എന്ന് അവൾ പറഞ്ഞിട്ട് കെഞ്ചാണ് കേട്ടോ. പക്ഷെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലാതെ മറുപടി ഒന്നും അവൾക്ക് കൊടുക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് സുധീഷ് മുഖം കഴുകുന്നതാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നിധി കിണറ്റിന്റെ കരയിൽ നിന്ന് എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ സുധീഷ് നേരെ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ നിധി നീ ആലോചിച്ച് നിൽക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ മറ്റേ കാര്യം ആലോചിക്കായിരുന്നു, സുഭാഷ് ചേട്ടൻ്റെ കാര്യം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, എളുപ്പമല്ല എന്നല്ലേ, അത് ആർക്കും പറയാൻ പറ്റും, പക്ഷെ അതെങ്ങനെ സാധ്യമാക്കുമെന്ന് ചിന്തിക്കുന്നതിലാണ് കഴിവ്. അങ്ങനെ ചിന്തിക്കാൻ നോക്ക്. പാവല്ലേ സുഭാഷ് ചേട്ടൻ. ഇതിപ്പം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അങ്ങനെയില്ലല്ലോ, അവർക്ക് പരസ്പരം ഇഷ്ടമല്ലേ. സുഭാഷ് ചേട്ടനാണെങ്കിൽ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി വരുമ്പോൾ സുധീഷിനെ അവിടെ കാണുന്നില്ല കേട്ടോ. അരീഷും നികേഷും ഉണ്ട്. അങ്ങനെ പുറത്ത് നോക്കുമ്പം അവിടെ സുധീഷും നിധി സംസാരിക്കുന്ന കണ്ടപ്പം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഉള്ളിലേക്ക് വന്നിട്ട് നികേഷിനോട് ഫോൺ എടുത്തേക്കാൻ പറഞ്ഞിട്ട് കിടക്കുകയാണ്. അങ്ങനെ വീണ്ടും കാണിക്കുന്നത് നിധിനെയും സുധീഷിനെയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് അവൾ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുക. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അതെ, ഈ ആണുങ്ങളുടെ പ്രവൃത്തിയിൽ പെണ്ണുങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നു നീ പറഞ്ഞല്ലോ, അത് ശരിയാണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ ശരിയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് വിട്, ഞാൻ പറഞ്ഞ കാര്യത്തിനെ പറ്റി ആലോചിക്കുക പ്ലീസ്. അന്ന് പോലീസ് സ്റ്റേഷനിലെ കേസായപ്പോൾ നിധി സുഭാഷ് ചേട്ടൻ്റെ കൂടെയല്ലേ നിന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി കാണില്ലേ അവളുടെ സ്നേഹം. മക്കൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുക, അപ്പോൾ അവരങ്ങനെ ആഗ്രഹിക്കില്ലേ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്നിട്ട് തൻ്റെ അച്ഛൻ ആഗ്രഹിച്ചോ? അപ്പോൾ നിധിക്കൊന്നും പറയാനില്ല കേട്ടോ, അവൾ തല താഴ്ത്തി. അത് സത്യമാണല്ലോ. എന്നിട്ട് സുധീഷ് ഒരു മയത്തിൽ അവളോട് പറയുന്നുണ്ട്, അത് ആഗ്രഹിക്കാത്തതല്ലേ നല്ലത്, ഞങ്ങൾക്ക് അവരോട് വഴക്കിട്ടും നാണം കെട്ടൊക്കെ പഴകിയത്, പക്ഷെ നിധി അങ്ങനെയല്ല, അത് നീ മറക്കരുത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല, എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, അവരുടെ ചീത്ത കേട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇനി കുറച്ച് ചീത്ത കേട്ട് നടന്നാലും കുഴപ്പമില്ല, നടന്നില്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചു എന്നെങ്കിലും വിചാരിക്കാമല്ലോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വഴക്ക് കേൾക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ അത്രയെങ്കിലും എത്തോ? ഇല്ലല്ലോ, പിന്നെന്താ? എന്നിട്ട് അവൾ അവനോട് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒന്ന് ആലോചിച്ചിട്ട് സമ്മതമാണ്. അപ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സുഭാഷിനെയാണ് കേട്ടോ. സുഭാഷ് കിടന്നിട്ടുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങിയോടാ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല കേട്ടോ, ഉറങ്ങിയിട്ടില്ല. അപ്പം സുഭാഷ് പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിധിയും സുധീഷും അവിടെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാടാ ആ കുട്ടി ഇവിടെ വിട്ട് പോവില്ല, അവളൊരു കാലത്ത് സുധീഷിനെ സ്നേഹിക്കും, എന്തൊക്കെ കുരുത്തക്കേടുണ്ടെങ്കിലും സുധീഷ് പാവാണ്, അവന് സ്നേഹമാണ്, അവർ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് ഇവിടെ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരുപാട് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് അവരൊന്നിക്കാൻ വേണ്ടിയിട്ട്, നടക്കട്ടെ, എല്ലാം നടക്കും. അപ്പം അരീഷിൻ്റെയും നികേഷിൻ്റെയും ചുണ്ടിലൊരു പുഞ്ചിരി വരുന്നുണ്ട് കേട്ടോ, കാരണം അവർ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ ഇത്. അങ്ങനെ സുഭാഷ് അവരോട് ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. സുഭാഷ് ഉറങ്ങിയെന്ന് മനസ്സിലായപ്പം അരീഷ് നികേഷിനോട് പറയുന്നുണ്ട്, എടാ നമുക്ക് ഏട്ടത്തി പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചാലോ? അപ്പം നികേഷ് പറയുന്നുണ്ട്, ഞാനത് വിചാരിച്ച കാര്യമാണ്, നമുക്ക് ഏടത്തേക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചാലോ? ആ വീട്ടുകാർ സമ്മതിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ ഏടത്തേക്ക് ഭയങ്കര വിശ്വാസം, നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ? അങ്ങനെ അവർ ഓക്കെ പറഞ്ഞിട്ട് കിടന്നോ ഉറങ്ങിക്കോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയിട്ടോ. അപ്പോൾ രാവിലെ സുധീഷ് തൻ്റെ ഡ്രസ്സൊക്കെ
അലക്കിയിട്ട് അയലമിലിടുകയാണ്. ഇതൊക്കെ നിധി കൊണ്ടുവന്ന മാറ്റാണല്ലോ. അങ്ങനെ അവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി പുറത്തേക്ക് വരുന്നത്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സുധീഷ് ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നമുക്ക് പോവല്ലേ അങ്ങോട്ട്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും നീ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോവാം. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അരീഷ് നികേഷും ഇവിടെ? അപ്പോഴേക്കും അവർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് പറയുമ്പോൾ അവരും പറയുന്നുണ്ട് ഞങ്ങൾ ഓക്കെ എടുത്തി. അപ്പോൾ അവൾ പറയുകയാണ്, നികേഷ് നീ വരണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോവാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും പറ്റൂല, സുഭാഷ് ചേട്ടന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോഴേക്കും സുഭാഷ് ചേട്ടൻ പുറത്തേക്ക് വർക്കിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. നികേഷ് ആണെങ്കിൽ പെണ്ണ് കാണലെന്ന് പറയുമ്പോഴേക്കാണ് സുഭാഷ് ചേട്ടൻ ഇറങ്ങുന്നത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ അത് കേട്ടിട്ടുണ്ടാവുന്ന ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പെട്ടെന്ന് വിഷയം മാറ്റി. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ 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 ഇവിടെ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല ഏട്ടാ, ഞങ്ങളൊരു പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമേനെ പറ്റി ചർച്ച ചെയ്യായിരുന്നു. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, കുറേ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു ഉരുണ്ടുകളി ഉണ്ട്, സത്യം പറഞ്ഞോണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഭാഷ് ഏട്ടൻ കണ്ടുപിടിക്കില്ലേ. അപ്പം സുധീഷ് അവളുടെ കാതിൽ മെല്ലെ പറയുന്നുണ്ട്, നിധി നീ നല്ല ഓവറാണ് കേട്ടോ എന്നുള്ളത് കേട്ടോ. നിധി അപ്പോൾ അവനെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് വീണ്ടും സംസാരത്തിലേക്ക് വരികയാണ്. അല്ല, നിങ്ങളെന്താ ജോലിക്ക് പോകാത്തത്? സുധീഷ് അരീഷെ പോകുന്നില്ലേ? അപ്പോൾ അരീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ പോകാൻ നിൽക്കുക. അപ്പോൾ സുധീഷിനോട് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞാനും പോകാൻ നിൽക്കുക. എന്നിട്ടും നമ്മുടെ സുഭാഷിന് വിശ്വാസമൊന്നും ഇല്ല കേട്ടോ വരെ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഒന്നുമില്ല ഏട്ടാ, നിധി പറഞ്ഞ മാതിരി ഏട്ടന് ഇതൊക്കെ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും സുഭാഷ് പറയാണ്, നിൻ്റെ ഓവറാക്കൽ കാണുമ്പോഴാണ് എനിക്ക് ഡൗട്ട് എന്ന്. എന്നിട്ട് പിന്നെ അവരോട് പറയണം, ഞാൻ ഇറങ്ങുകയാണ്, നിധി മോളെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും കൊടുത്ത് കഴിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് പോവാണ്. സുഭാഷ് പോയതും ഇവർ പറയാണ്, ഏട്ടൻ എന്തോ മനസ്സിലായിട്ടുണ്ട്, നമ്മളെന്തോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലായാണ്, ഈ സുധീഷ് ഏട്ടൻ്റെ ഓവർ കാരണമാണെന്ന്. അപ്പോൾ നിധി പറയുന്നുണ്ട്, നല്ല ഓവർ ആക്ടിങ് ആണ്, എന്നിട്ട് ഞാൻ ഓവറാന്നാണ് പറയുന്നതെന്ന്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിധി പറയുന്നുണ്ട്, നമുക്ക് വിഷയത്തിലേക്ക് വരാം, നമുക്ക് എന്തായാലും ഇന്ന് പോയി നോക്കണം, എന്നിട്ടൊരു സർപ്രൈസ് ആയിട്ട് നമുക്കിത് ഉറപ്പിച്ചിട്ട് സുഭാഷ് ചേട്ടനോട് പറയാം, എങ്ങനെയുണ്ട്? അപ്പോഴേക്കും ഭാസ്കരൻ തൻ്റെ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. നല്ല പാട്ടും പാടിയിട്ടാണ് വരുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടി. എന്താന്ന് വെച്ചാൽ കുഞ്ഞിക്കാൻ്റെ കടയിൽ വെട്ടുന്ന ആളിന്ന് ലീവ്. അപ്പോൾ എന്നോട് പറഞ്ഞു ആടിനെ വെട്ടാൻ. ഞാൻ തലക്കിട്ടൊരൊറ്റ അടി കൊടുത്ത് അതിനെ വെട്ടി പീസാക്കി. അതുകൊണ്ട് എന്താ, നമുക്കിന്ന് ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി ഇങ്ങോട്ട് പോരും, മോളെ എടുത്ത് കഴിച്ചുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് പോവാണ്. അച്ഛൻ പോയതും നിധി അവരോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടിയാലോ? അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. എന്തിനാന്നും വേണ്ട, അച്ഛൻ ഫുൾ കോളാക്കും, പിന്നെ അത് പ്രശ്നമാവും. അല്ല, മൂത്തോരുടെ തല കാണുമ്പോൾ ഒരു മര്യാദയല്ലേ? അപ്പോൾ അരീഷ് പറയുന്നുണ്ട്, ആളെ കണ്ടാൽ തന്നെ അവർക്ക് ഭ്രാന്തളകും, പിന്നെ അത് അടുത്ത വലിയ പ്രശ്നമാവും, പിന്നെ അവിടെ നിൽക്കാൻ പോയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും പറ്റുണ്ടാവില്ല. അവളാണെങ്കിൽ നേരെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം പറയാം കേട്ടോ. അപ്പോൾ അവർ 3 പേര് സ്തംഭിച്ച് നിൽക്കുന്നു, ഇത് എന്തിനുള്ള പുറപ്പാടാന്നുള്ള രീതിക്ക്. അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛാ, സുഭാഷ് ഏട്ടന് സുനന്ദേനെ ഇഷ്ടം, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടം. അത് കേട്ടോ ഭാസ്കരൻ, അതിനെന്താ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് ആലോചിച്ചാലോ, ചിലപ്പോൾ സമ്മതിച്ചാലോ. അത് കേട്ടോ ഭാസ്കരൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താ മോളെ, തലയ്ക്ക് സുഖമില്ലേ? ആ പൂതനേൻ്റെ അടുത്തേക്കോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ വെറുതെ ഒരു നാശിക്കാൻ നിൽക്കണ്ട, നിനക്കൊരു ജോലിയില്ല മോളെ, അതൊന്നും നടക്കൂല. അല്ല അച്ഛൻ, നമ്മളിതുവരെ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഭാസ്കരൻ നെഗറ്റീവ് തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് പിന്നെ പാട്ടും ഡാൻസൊക്കെ ചെയ്യാണ്. അപ്പം സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, അതെ കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലാണ്ട് വെറുതെ ഡാൻസും പാട്ടൊന്നും വേണ്ട. അത് കേട്ടതും അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഈ കുട്ടി പുതിയതാ, നിങ്ങൾക്കൊന്നും ഇതുവരെ ബുദ്ധി വെച്ചിട്ടില്ലേ? നിങ്ങളൊക്കെ പണ്ട് മുതൽ അവരെ കാണുന്നതല്ലേ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അപ്പോൾ നിധി പറയുന്നുണ്ട്, അവരൊന്നും പറയേണ്ടത് എൻ്റെ ഐഡിയ ആണ്, ഇത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കൊരു ഹോപ്പുണ്ട് ചിലപ്പോൾ നടന്നാലോ എന്നുള്ളത്. അവൾ വീണ്ടും ഭാസ്കരനെ കൂടെ വരാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഭാസ്കരൻ ഫുൾ നെഗറ്റീവ്, അതൊന്നും നടക്കൂല എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. കൂടെ അവരെ കളിയാക്കൊന്നുമുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, ഞാനോ, നീ വിചാരിക്കുന്ന മാതിരി ഒന്നും നടക്കുന്നുമില്ല, അവരൊട്ട് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മിറാക്കൾ സംഭവിച്ചിട്ട് ആ പൂതന സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ ഈ പടി കയറ്റില്ല. അവൾ ഈ ഒളിച്ചും പാത്തു പിന്നാമ്പുറത്തു കൂടെ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതും പോട്ടേന്ന് വെക്കാം, അവരെന്തൊക്കെ ചെയ്തു, സുഭാഷിനും ഇവർക്കുമെതിരെ അവർ കേസ് കൊടുത്തില്ലേ, അതൊക്കെ എങ്ങനെ സഹിക്കാനാ? അത്രയ്ക്ക് ഫ്രോഡാണ് മോളെ അവര്. മോളെ, കോളേജിൽ പോയിട്ട് വലിയ ആർക്കിടെക്ചർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, അത് നിനക്കില്ല. ഇതെല്ലാം കേട്ട് നിധി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവൾ ഇത്രയൊന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അച്ഛൻ സമ്മതിക്കുന്നതാണ് അവൾ ഇത്രയും നേരം വിചാരിച്ചത്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷം എന്താണെന്ന് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.